ദയാ കെയർ സെന്ററിൽ ഏതാണ്ട് 2012-13 മുതൽ നിങ്ങളുടെ മുമ്പിലൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് RCM ഒരു കമ്പനിയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള നസീർ സാർ അവരാണ്. മറ്റു ദയാ കെയർ സെന്ററിലെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട അനീസ് അൻസാരി അദ്ദേഹം കുടുംബവും സുരക്ഷിതമായി ആരോഗ്യത്തോടു കൂടി അവിടെ എത്താൻ സാധിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും നമ്മളെ ഓരോരുത്തരെയും ഓർത്തെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും ഞാനൊരു സ്വാഗത പ്രസംഗം അല്ലാതെ കുറച്ചൊന്ന് നീട്ടി പറയുന്നുണ്ട്. നമ്മൾക്ക് ഓരോരുത്തരും പല പ്രയാസങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കാം. പലർക്കും രോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം, മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ എങ്കിലും നമ്മൾക്ക് അനുഗ്രഹം ചെയ്തവരാണ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ ഇന്ന് രാവിലെ നീച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിലാണ് നമ്മൾ. പലപ്പോഴും ഇന്നലെ കിടന്നുറങ്ങിയ പലരും ചിലപ്പോ ഇന്ന് എണീറ്റിട്ടുണ്ടാവില്ല. അതുപോലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ നമുക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം തന്നെയാണ്. നാം ഉള്ളത് ദയാ കെയർ സെന്റർ എന്ന ഒരു കുടുംബത്തിലാണ്. ഈ കുടുംബം എന്നത് ഒരാളോ രണ്ടാളോ അല്ല, 160ഓളം കുടുംബാംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായി ഒരു പക്ഷിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് വേഴാമ്പലാണ്. ഈ വേഴാമ്പലിനെ തെരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് അറിയാവുന്നവരുണ്ടോ? വേഴാമ്പൽ എന്നത് ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. ആ വേഴാമ്പല് ഒരു വലിയ മരത്തിന്റെ പൊത്തിൽ തന്റെ ഇണയും ജീവിക്കുമ്പോ അത് മുട്ടയിട്ട് അടയിരിക്കുന്ന സമയത്ത് ആ ആൺവേഴാമ്പൽ ആ കൂടിന്റെ മുൻഭാഗം അടയ്ക്കുകയാണ്. എന്നിട്ട് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് വരെ ആ പെൺകിളിക്ക് ആവശ്യമായ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ ആൺകിളിയാണ്. ഇനി അഥവാ ഈ ആൺകിളി എങ്ങാനും യാത്രയുടെ മധ്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ പെൺകിളി അത് വിശന്ന് വരഞ്ഞ് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അത് സ്വന്തം കൊക്കുകൾ കൊണ്ട് കൊത്തി പുറത്ത് ചാടാനുള്ള ഒരു ആവശ്യം പോലും അത് ചെയ്യുന്നില്ല. ആൺകിളി ഇല്ലാത്ത ഒരു ലോകത്തേക്ക് പെൺകിളി പുറത്തേക്ക് വരികയില്ല. അതുകൊണ്ടാണ് കുടുംബത്തിന് അത്രയും പ്രാധാന്യം നൽകുന്ന നമ്മുടെ മലയാളി സമൂഹമായതുകൊണ്ടാണ് ഒരു പക്ഷിയെ പോലും അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ വീടുകളിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം. പല വീടുകളും ചിലപ്പോ ഇമ്പമാവില്ല, ഭൂകമ്പേക്കർ ഉണ്ടാവാം. ആ ഇമ്പമുള്ള കുടുംബം ഉണ്ടാവണമെങ്കിൽ മക്കളെ വളർത്തുന്നത് മുതൽ രക്ഷിതാക്കൾ അത്രയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ LKG പഠിക്കുന്ന ഒരു കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് യാത്രയൊക്കെ രാവിലെ അവരെ പൗഡറൊക്കെ ഇട്ട് കൺമഷിയൊക്കെ ഇട്ട് കൊടുത്ത് സ്കൂൾ ബസ്സിലേക്ക് എടുത്തു കൊണ്ടുപോയി കൊടുത്ത് ആ കവിളത്തെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോ പറഞ്ഞേക്കുണ്ടാവാം. അങ്ങനെ ആയിരിക്കും. നമ്മളെ വീടുകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോ അത് കഴിഞ്ഞ് ആ മക്കളൊരു 7ാം ക്ലാസ്സിലേക്ക് എത്തി അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലേക്ക് എത്തി, അവര് സ്വന്തം പോവാനൊക്കെ ആയി. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും പോവാ?
നമ്മള് അയലോകത്തൊരു കുട്ടിയാന്ന് ചോദിക്കാൻ അതും പോയി ചില ഓമ്പറുണ്ടായി പോയിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. മക്കൾ പോയത് പോലും ചിലപ്പോ നമ്മൾ അറിയണ്ടാവില്ല. പക്ഷെ ഇനി അതും കഴിഞ്ഞ് അവര് പ്ലസ് ടുവിലൊക്കെ എത്തുമ്പോ അവര് വന്നോ പോയത് പോലും ചിലപ്പോ വീട്ടുകാര് അറിയാത്തൊരവസ്ഥയാണല്ലോ ഉണ്ടാവുക. അത് ചെറുപ്പം മുതൽ ഉമ്മയാണ് ശരിക്ക് ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത്. അതിൽ ഉമ്മ മദ്രസത്തിൽ നിന്നാണ്. ഉമ്മയാണ് ആദ്യത്തെ പാഠശാല. ആ ഉമ്മയെ കണ്ടിട്ടാണ് ഈ മകനോ മകളോ പഠിക്കുന്നത്. സ്നേഹം സ്നേഹം മനസ്സിലുണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം. നിങ്ങൾ LKG പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണോ മദ്രസിലേക്ക് സ്കൂളിലേക്ക് യാത്ര അയച്ചത്, അതേപോലെ നിങ്ങളുടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന, നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ യാത്ര അയക്കാൻ സാധിക്കണം. അവരുടെ ഇവിടെ ഉണ്ടെങ്കിൽ അറിയില്ല, ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് ഉമ്മയുടെയോ ഒരു ചുംബനം കിട്ടിയ കാലങ്ങൾ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവാം, അല്ലേ? സാധ്യത വളരെ കുറവാണ്. സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടുമ്പോ ആ സ്നേഹം തേടി അവര് അയൽവക്കത്തിലൂടെ പോകില്ല. സ്കൂളിൽ മറ്റാരുടെയും സ്നേഹത്തിന് വേണ്ടി അവർ യാചിക്കൂല. സ്നേഹം അത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒന്ന് തന്നെയാണ്. മാതാവിനോടും പിതാവിനോടുമുള്ള കടപ്പാടുകളെ കുറിച്ച് പ്രവാചകനോട് ഒരു തവണ ഒരു സഹാബി ചോദിക്കുകയുണ്ടായി. അപ്പോ 3 തവണ തന്റെ മാതാവിനോടാണ് ഏറ്റവും കടപ്പാട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മാതാവിനോടുള്ള കാര്യങ്ങൾ പറയുന്നത്. മാതാവാണ് ആദ്യത്തെ പാഠശാല എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. കാരണം പലപ്പോഴും രക്ഷിതാക്കള് ആണുങ്ങൾ മിക്കവാറും ജോലി ആവശ്യാർത്ഥം പുറത്തൊക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മയെ കണ്ടിട്ടായിരിക്കും ഈ മകൻ അല്ലെങ്കിൽ മകൾ പഠിക്കുന്നത്. നമ്മള് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പരുന്ത്, ആ പരുന്ത് താഴെയുള്ള ചിക്കിപ്പൊറുക്കി നടക്കുന്ന ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വേണ്ടി വരുമ്പോ ആ ഒരു തള്ളക്കോഴി കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. തന്റെ പ്രത്യേകം ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് തന്റെ കുട്ടികളെല്ലാം അതിന്റെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലെ 23ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما ولا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നമ്മൾ പലപ്പോഴും ഓതി പോകുമ്പോ അതിന്റെ അർത്ഥം ചിലപ്പോ നമ്മള് പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി ഉണ്ടാവില്ല. തന്റെ വാർദ്ധക്യ സഹജമായ മാതാവോ പിതാവോ അടുത്തുണ്ടായിട്ട് അവരെ പരിചരിക്കുന്ന വിഷയത്തിലാണ് പറയുന്നത്. പക്ഷെ അത് കൂട്ടി പറഞ്ഞത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ അടുത്താണ്. അത് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും തന്റെ മാതാപിതാക്കളെ വാത്സല്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണമെന്നും അവരോട് ചെ എന്ന് പോലും പറയരുതെന്നാണ്. പലപ്പോഴും നമ്മൾ ചെ എന്ന് പറയല് ചിലപ്പോ കുറവേക്കാലം, ചെ എന്നൊന്നും പറയലുണ്ടാവില്ല. ചിലപ്പോ വിദ്വേഷത്തിന്റെ ഒരു വൈരാഗ്യത്തിന്റെ മുഖം പോലും അതിന്റെ ഭാഗമായിരിക്കാം. നമുക്ക് അവരുടെ മുഖത്ത്, മാതാവിന്റെ പിതാവിന്റെയോ മുഖത്ത് അവർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ അനുസരിക്കാതെ നിൽക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് വരുന്ന ഒരു ഭാവമാറ്റം പോലും ഛേ എന്നതിന്റെ ഒരു ലക്ഷണമായിരിക്കാം. പലപ്പോഴും പല വീടുകളിലും ഉള്ളത് അങ്ങനെ തന്നെയാണ്. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ മാതാവിന്റെ കാൽച്ചുവടി നമുക്ക് മാറ്റി നോക്കിയാൽ അത് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ആ മാതാവോ പിതാവോ വാർദ്ധക്യ സഹജമായി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവരെ പരിചരിച്ചാൽ അത് കിട്ടുമെന്നാണ്. ഒരിക്കൽ അടുത്ത കാലത്തായിട്ട് ഒരു അറബി ഒരു കേസ് കൊടുത്ത സംഭവം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തന്റെ മാതാവിനെ എനിക്ക് വിട്ടുകിട്ടണമെന്നാണ്. അത് ജയിലിലാക്കപ്പെട്ട മാതാവിനെ അല്ല, സ്വന്തം ജ്യേഷ്ഠനോ അനിയന്റെയോ കയ്യിൽ അവിടെയാണ് മാതാവ് ഉള്ളത്. ആ മാതാവിനെ പരിചരിച്ചുകൊണ്ട് സ്വർഗം നേടണമെങ്കിൽ ആ മാതാവിനെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞതാണ് കേസ് കൊടുത്തത്. ഇന്ന് പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. പല ആളുകളും
മാതാവിനെ സ്വന്തം വീട്ടിൽ നിന്ന് ജ്യേഷ്ഠന്റെ അടുത്തേക്കോ അനിയന്റെ അടുത്തേക്കോ പറഞ്ഞേക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഞാന് നമ്മള് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന മക്കളെ ഞങ്ങൾ പറഞ്ഞേക്കണമെന്നല്ലോ, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഉമ്മയുടെ മുഖത്ത് ഒരു ഉമ്മ കൊടുത്തിട്ടാണ്. ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഉമ്മ എന്നെ ശീലിപ്പിച്ചതാണ്. ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മ എന്റെ കവളത്ത് ഒരു ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ജോലിക്ക് പോകുമ്പോഴും രാവിലെ ഉമ്മയുടെ മുഖത്തൊരു ഉമ്മ കൊടുത്ത് ഉപ്പയോട് സലാം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ എപ്പോഴും നമുക്ക് സാധിക്കാറുണ്ട്. നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെ അതുപോലെ പല ക്ലാസ്സുകളൊന്നും ലഭിക്കാൻ അവസരങ്ങളില്ലാത്ത സമയത്ത് പോലും ആ ഉമ്മയുടെ ഉമ്മയിൽ നിന്ന് കിട്ടിയ ഒരറിവായിരിക്കാം ആ മുത്തം നൽകി പറഞ്ഞയക്കുന്നത്. ഇന്ന് ഇവിടെ ഇതിന്റെ വളണ്ടിയറായി ഞാൻ എന്റെ സഹോദരനും ജനീതും ഉണ്ടെങ്കിലും കൂട്ടത്തിൽ എന്റെ 2-3 പെങ്ങന്മാരും ഇന്ന് ഇവിടെ വളണ്ടിയറുമായിട്ടായിട്ടുണ്ട്. അവരുടെ മക്കളും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സെൽമാത്തയൊക്കെ പോലെ ഇവരൊക്കെ ഇന്ന് ചായ തരുന്നത് പോലെ എന്റെ ഉമ്മക്കും ഒരാഗ്രഹമുണ്ട് ചായയൊക്കെ തരാൻ. പക്ഷെ 15 വർഷം മുമ്പ് വന്ന ഒരു ക്യാൻസറോ ബ്രെയിൻ ട്യൂമറും കൊണ്ട് ഉമ്മ ചെറിയൊരു പ്രയാസത്തിലാണ്. എന്തായാലും മക്കളെയൊക്കെ പരിപാലിക്കുമ്പോ നല്ല രൂപത്തിൽ നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളെ മക്കളുടെ മുഖത്തൊന്ന് ഒരു ഉമ്മ കൊടുത്തു നോക്കി അവരുടെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജീവിതത്തിൽ എല്ലാ കാലത്തും തുടരുകയാണെങ്കിൽ നമ്മൾ മക്കൾ വലുതായില്ല അവരെ മുഖത്ത് എങ്ങനെ ഞാൻ ഉമ്മ കൊടുക്കാൻ നോക്കണ്ട, അത് ഒരു ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മളെ മുഖ്യാതിഥിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.